1201 ആണ്ട് പുതുവർഷ നക്ഷത്രഫലം, രാശിഫലമാണ്, കൂറുഫലം. തുലാക്കൂറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ്? ചിത്തിര, അര, ചോതി, വിശാഖം ഈ നക്ഷത്രങ്ങളാണ്. ചിത്തിര, അര, ചോതി, വിശാഖം നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്നത്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ പുതുവർഷം 2025 ഒക്ടോബർ 18 വരെ വേഴം 9-ലും അതിനുശേഷം 10-ലും, 2025 ഡിസംബർ 5-ന് ശേഷം വേഴം വീണ്ടും 9-ലും, 2025 ജൂൺ 1-ന് ശേഷം 10-ലും, ശനി 6-ലും, രാഹു 5-ലും, കേതു 11-ലും വരുന്നതിനാൽ ഈ പുതുവർഷം പൊതുവെ ഗുണകരമായാണ് ഇവർക്ക് കാണുന്നത്. അതായത് ഈ തുലാക്കൂറിൽ വരുന്ന ചിത്തിരാര, ചോതി, വിശാഖം ഈ നക്ഷത്രങ്ങൾക്ക് പുതുവർഷം പൊതുവെ ഗുണമായിട്ടാണ് കാണുന്നത്. ഉദ്യോഗത്തിൽ സ്ഥാനകയറ്റം ഉണ്ടാകും, അതായത് പ്രമോഷൻ കിട്ടും, സ്ഥാനമാനങ്ങളിൽ ഉയർച്ചയുണ്ടാകും. ഇവർക്ക് പുതിയ വീട് നിർമ്മിക്കാൻ ഇവർക്ക് സാധിക്കും. പുതിയ വീടിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാനോ പുതിയ വീട് വാങ്ങാനോ പുതിയ വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കാനോ ഇവർക്ക് സാധിച്ചെന്ന് വരും. വിദേശയാത്ര പോകുന്നവർക്ക് വിദേശയാത്രാ ഗുണങ്ങൾ ഉണ്ടാകും. വിദേശയാത്രാ ഗുണമുണ്ടാകും. വാഹന സംബന്ധമായ ലാഭം ഉണ്ടാകും. വാഹന ലാഭം ഉണ്ടാകും. വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാങ്ങാനുള്ള അവസരവും വന്നു ചേരും. കൃഷി ഗുണമുണ്ടാകും. കൃഷിയിൽ നിന്ന് നേട്ടങ്ങൾ, കൃഷി സംബന്ധമായ കൃഷി കാര്യങ്ങളിൽ നേട്ടങ്ങളും കൃഷി ലാഭത്തിലാക്കുന്ന കാര്യങ്ങളും വന്നു ഭവിക്കും. ധനവർധനയുണ്ടാകും. ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകും. ധനക്ലേശങ്ങൾ മാറിക്കിട്ടും. സ്ഥാനമാന പദവി കിട്ടും, അതായത് സ്ഥാനങ്ങൾ കിട്ടും. നേതൃത്വപരമായ കാര്യങ്ങളിൽ ചെയ്യാൻ ഇവർക്ക് സ്ഥാനമാനങ്ങൾ ഇവരെ തേടി വരും. അപ്പൊ സ്ഥാനമാന പദവി കിട്ടും. വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കും. വിവാഹ സംബന്ധമായ മംഗളകർമ്മങ്ങൾ, ഗ്രഹത്തിൽ വിവാഹ സൽക്കർമ്മങ്ങൾ നടക്കാൻ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും മംഗളകർമ്മങ്ങളിലും ഒക്കെ പങ്കെടുക്കാനും അതിൽ സംബന്ധിക്കാനും അതേപോലെയുള്ള ആ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ഇവർക്ക് സാധിച്ചെന്ന് വരും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയമുണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നതമായ വിജയം ഉണ്ടാകും. മത്സരങ്ങളിൽ വിജയവും ഉണ്ടാകും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഇവർക്ക് വന്നു ചേരും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരും. പൊതുപ്രവർത്തകർക്ക് കാര്യവിജയവും പ്രശസ്തിയും രോഗശാന്തിയും ഉണ്ടാകും. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് കാര്യവിജയം ഉണ്ടാകും, പ്രശസ്തി ഉണ്ടാകും. രോഗങ്ങളുള്ളവർക്ക് രോഗശാന്തിയും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇത്രയും ഗുണങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില ദോഷാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായ ചില ബുദ്ധിമുട്ടുകൾ, ധനച്ചെലവ് കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. ഗുരുജനങ്ങളുടെ വിയോഗം ഉണ്ടാകും. ഗുരുക്കന്മാരുടെ വിയോഗം ഉണ്ടാകും. വഞ്ചനയിൽ അകപ്പെടാതെ ഇവർ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വഞ്ചനപരമായ കാര്യങ്ങളിൽ ചെന്ന് ഇവർ ചാടാതെ സൂക്ഷിക്കണം.